വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 5th സെമസ്റ്റർ എക്സാംസ് ആണ് നമുക്ക് നെക്സ്റ്റ് വരാനുള്ളത്. സോ അതിന്റെ സ്മാർട്ട് സ്റ്റഡി ടിപ്സിന്റെ സീരീസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാറ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് വെച്ചിട്ടാണ്. ബട്ട് അതിനേക്കാൾ മുമ്പ് നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, സ്മാർട്ട് സ്റ്റഡി ടിപ്സ് എന്ന് പറഞ്ഞിട്ട്. ഓരോ സബ്ജക്റ്റും എങ്ങനെ പഠിക്കണം, കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഹൈ മാർക്സിലോട്ട് എങ്ങനെ എത്തിച്ചേരാൻ സാധിക്കും, ഈ ഒരു കാര്യമാണ് നമ്മൾ സ്മാർട്ട് സ്റ്റഡി ടിപ്സ് എന്ന് പറയുന്ന ഈ ഒരു സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. ഓൾറെഡി 5th സെമസ്റ്ററിലെ അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെന്റ്, ദെൻ ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഈ 3 സബ്ജക്ട്സിന്റെയും സ്മാർട്ട് സ്റ്റഡി ടിപ്സിന്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരാണെങ്കിൽ കാണാം, വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി പേപ്പറാണ് 5th സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ്. എങ്ങനെ ഈ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യണം, ആദ്യം ഫോക്കസ് ചെയ്യേണ്ട മൊഡ്യൂൾ ഏതാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരു ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഓർഡറിൽ പഠിച്ചു പോലല്ല ഹൈ മാർക്സിലോട്ട് എത്തിച്ചേരാൻ നിങ്ങൾ ചെയ്യേണ്ടത്. നമ്പർ 1, ആ പഠിക്കുന്ന ടോപ്പിക് എക്സാമിന് വരും വേണം, അത് കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കണം. അങ്ങനെ ഉള്ള ഒരു ടോപ്പിക് വെച്ചിട്ടായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ പഠനം ആരംഭിക്കേണ്ടത്. അതിനുശേഷം ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന, അതുപോലെ തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള മറ്റ് ഏരിയാസിലോട്ട് കടക്കുക. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് തന്നെ കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാൻ, കുറച്ച് സമയം പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്മാർട്ട് സ്റ്റഡി ടിപ്സ് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം BCom BBA സ്റ്റുഡൻസിന് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. BCom സ്റ്റുഡൻസിന് ഇൻകം ടാക്സ്, ദെൻ അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, BBA സ്റ്റുഡൻസിന് ഇൻകം ടാക്സിന്റെ ക്ലാസ്സസ്, ഇതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇൻകം ടാക്സിന്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റെക്കോർഡഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിക്കാനുള്ള അവസരമുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ്, ഈ ഒരു സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കാണാനുള്ളത്. അപ്പൊ BRM ഒരുപാട് വായിക്കാനുണ്ട്. പലപ്പോഴും കുട്ടികൾ ഈ ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ വരുത്തുന്ന മിസ്റ്റേക്ക്, ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാടാണ്, ലെങ്തിയാണ് ഈ ഒരു സബ്ജക്റ്റ്. ബട്ട് എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ആസ് യൂഷ്വൽ 5 മൊഡ്യൂളായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മൊഡ്യൂൾ ബേസിക്സ് ആണ്, ബിസിനസ് റിസർച്ചിന്റെ കൺസെപ്റ്റും അതുപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച്, ഇതൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുക. അതിനുശേഷം റിസർച്ച് ഡിസൈനെ പറ്റിയിട്ട് ഒരുപാട് വായിക്കാനുള്ള ഒരു ഏരിയ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷർമെന്റ് ആൻഡ് സ്കെയിൽ, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ സിംപ്ലസ്റ്റും ഏറ്റവും സൂപ്പർ ആയിട്ടുള്ളതും എക്സാമിന് ഷുവർ ആയിട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡാറ്റ കളക്ഷൻ, സാമ്പിളിങ്, പ്രോബിലിറ്റി, നോൺ പ്രോബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ഡാറ്റ പ്രോസസ്സിങ്, അതിന്റെ ഗ്രാഫ്സ്, മറ്റു കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മൊഡ്യൂൾ നമ്പർ 4. ദെൻ റിസർച്ച് റിപ്പോർട്ടാണ് ലാസ്റ്റ് മൊഡ്യൂൾ വരുന്നത്. അപ്പോൾ ഈ 5 മൊഡ്യൂള് നമ്മുടെ മുമ്പിൽ കാണാം. ഇത് ഈ ഓർഡറിൽ പഠിക്കലല്ല നമ്മളിവിടെ പറയുന്നത്. എസ്പെഷ്യലി ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ആദ്യം എന്താണ് റിസർച്ച്, ബിസിനസ് റിസർച്ച്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച്, അതിന്റെ ഫീച്ചേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് നമുക്കവിടെ വായിക്കാനുണ്ട്, ഇതിന്റെ ഫേസസും കാര്യങ്ങളും ഒരുപാട്. ദെൻ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരും. ബട്ട് ഒരുപാട് വായിച്ചാലാണ് അതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടുക. മനസ്സിലാവുണ്ടോ? അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, അതുപോലെ തന്നെ നെക്സ്റ്റ് മൊഡ്യൂളോ അതെ, ഒരുപാടുണ്ട് കാര്യങ്ങൾ. ചോദ്യങ്ങൾ വരും, ഇല്ല എന്നല്ല. ബട്ട് നമുക്ക് ഈസിയസ്റ്റ് ആയിട്ടുള്ളതും പഠിക്കാൻ വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ളതും എക്സാമിന് ഷുവർ ആയിട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഏരിയയിലോട്ട് ആദ്യം കടക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം മൊഡ്യൂൾ നമ്പർ 3 പഠിക്കുക, ഡാറ്റ കളക്ഷൻ. അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ വളരെ ഈസി ആണെന്നേ, എന്തായാലും വരും ചെയ്യും. 2 മാർക്സ്, 5 മാർക്സ്, essay 10 മാർക്ക്, 3 കാറ്റഗറിയിൽ നമുക്ക് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ, പ്രൈമറി, സെക്കൻഡറി, മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ, അതിൽ സർവേ, ഒബ്സർവേഷൻ, എക്സ്പെരിമെന്റ്സ്, ക്വസ്റ്റനെയർ, സാമ്പിളിംഗ് പ്ലാൻ,
ദെൻ സാമ്പിൾ സൈസ്, സാമ്പിളിംഗ് മെത്തേഡ്സ്, ദെൻ സാമ്പിളിംഗ് ടെക്നിക്സ്. എസ്സേക്ക് പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. പ്രോബിലിറ്റി വേഴ്സസ് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ്. ഈ ഒരു മൊഡ്യൂൾ വെച്ച് നിങ്ങളുടെ പഠനം ആരംഭിക്കുക. ഷുവറായിട്ട് നിങ്ങൾക്ക് 3 പാർട്ടിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നു. ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പഠിക്കണമൊക്കെ വരും ചെയ്യും. അതിനുശേഷം മൊഡ്യൂൾ നമ്പർ 5 നിങ്ങൾ കിടക്കേണ്ടത്. റിസർച്ച് റിപ്പോർട്ട്, ഷുവർ എസ്സേ. ലാസ്റ്റ് 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് 4 എസ്സേയിൽ ഒരെണ്ണം ഇതിൽ നിന്ന് റിസർച്ച് റിപ്പോർട്ടിന്റെ കണ്ടന്റ്സ്, അതിന്റെ ഫോമാറ്റ്. സോ റിസർച്ച് റിപ്പോർട്ട് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്, കണ്ടന്റ്സ് ഓഫ് റിപ്പോർട്ട്, റിസർച്ച് റിപ്പോർട്ടിന്റെ കണ്ടന്റ്സ്, റിപ്പോർട്ട് റൈറ്റിംഗ് സ്റ്റേജസ്, ഇതൊക്കെ നോക്കുക. അതിന്റെ ഫോമാറ്റ്, എത്തിക്സ് ഉണ്ട്. അങ്ങനെ ഈ ഒരു മൊഡ്യൂളാണ് നിങ്ങൾ നെക്സ്റ്റ് പഠിക്കേണ്ടത്. ഷുവർ ആയിട്ട് നമുക്ക് എസ്സേ ഒരെണ്ണം ഇതിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ 2 മാർക്സ് 5 മാർക്സും വരാറുണ്ട്. മിനിമം എസ്സേ എന്തായാലും ഉണ്ടാവും, 2 മാർക്സും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 2 മൊഡ്യൂൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ പാസ് മാർക്കിന്റെ അവിടെ എന്നിട്ട് കൂടുതലെത്തി. ഈ 2 മൊഡ്യൂളിന്റെ പ്രത്യേകത എന്താ, ഈസിയസ്റ്റ് മൊഡ്യൂൾസാ. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ മെയിൻ എന്താ പരിപാടി, എന്താ പാസ് മാർക്കിനുള്ള കിട്ടുക എന്നുള്ളതാണ്. അത് കിട്ടിക്കഴിഞ്ഞു. ഇതിന് ശേഷം നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ നമ്പർ 1 പോകാം. അവിടെ ബിസിനസ് റിസർച്ച് എന്താണ്, അല്ല അതിന്റെ ഫീച്ചേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഒക്കെ ഒരുപാട് വായിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാം. അപ്പോൾ സമയത്തിന്റെ ബേസിൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ റോള്, ഫേസസ്, ഇതൊക്കെ ഇൻഡക്ഷൻ ഡിഡക്ഷൻ ഒക്കെ 2 മാർക്സിന്റെ ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിനുശേഷം മൊഡ്യൂൾ നമ്പർ 1 പോകുക. ദെൻ പിന്നെ മൊഡ്യൂൾ നമ്പർ 2, ഇതും ഒരുപാട് വായിക്കാനുണ്ട്. ഇതിൽ മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കെയിലിംഗ്, ഇതെന്തായാലും ഫോക്കസ് ചെയ്ത് പഠിക്കണം. പിന്നെ ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈനും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് മൊഡ്യൂൾ നമ്പർ 2 പറയാനുള്ളത്. ദെൻ അതിനുശേഷം ലാസ്റ്റ് നിങ്ങൾ ഡാറ്റ പ്രോസസ്സിങ്ങിലോട്ട് പോകുക. എഡിറ്റിംഗ്, കോഡിംഗ്, വാലിഡിറ്റി ഓഫ് ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, ഈ പറയുന്ന ഏരിയാസിലോട്ടൊക്കെ നിങ്ങൾ പിന്നെ കടക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിലെ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മൾ സേഫ് ആവാനും പഠിച്ച് എന്തെങ്കിലും വരാനും സാധ്യതയുള്ള ഏരിയയിലോട്ട് ആദ്യം കിടക്കുക. അതിനുശേഷം മാത്രം ബാക്കിയുള്ള ഏരിയയിലോട്ട് കിടക്കുക. അപ്പോൾ ഓർഡറിൽ പഠിക്കുന്നേക്കാളും സ്മാർട്ട് സ്റ്റഡിക്ക് ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. തന്നെ ഇത് ടെക്സ്റ്റ് ആണ് ബെറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല കുട്ടികൾക്കും പല കോളേജിലും പല ടെക്സ്റ്റ് ആയിരിക്കും ഫോളോ ഉണ്ടാവുക. ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി മെറ്റീരിയൽ അല്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക്, ദാറ്റ്സ് ഇനഫ്. ആ ഒരു മെത്തേഡിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വരാറ്. ബാക്കിലേക്ക് പോകണമെന്ന് ഞാൻ പറയാറില്ല. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക്, ദാറ്റ്സ് ഇനഫ്. ഏറ്റവും ബെസ്റ്റ് റെഫറൻസ് ബുക്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോത്താരിയുടെ ബുക്കാണ് ഏറ്റവും ബെസ്റ്റ് റെഫറൻസ് ബുക്കായിട്ട് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ വലിച്ചുവാരി പഠിക്കാണ്ട് കറക്റ്റ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സ്മാർട്ട് സ്റ്റഡിയുടെ അപ്രോച്ച് എങ്ങനെ വേണം എന്നുള്ളത്. ഇനി ഇതിന് ശേഷം നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മൈന്യൂട്ടായിട്ട് ഏതൊക്കെ ഏരിയാസിലോട്ട് പോകണം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. Thank you.